ഹായ്, എല്ലാവർക്കും പ്ലൂട്ടോയുടെ പുതിയൊരു ക്ലാസ്സിലേക്ക് സ്വാഗതം. അപ്പോൾ നമ്മളിന്ന് നോക്കുന്നത് നമ്മുടെ കറണ്ട് അഫയേഴ്സ് സീരീസാണ്. അപ്പോൾ നമ്മുടെ കുറച്ച് കറണ്ട് അഫയേഴ്സ് വീഡിയോസ് നമ്മൾ വന്നിട്ടുണ്ട്. മാക്സിമം റിപ്പീറ്റ് ചെയ്ത് സെറ്റാക്കിയാണ് നമ്മൾ പോകുന്നത്. അപ്പോൾ എന്ത് ചെയ്യാം, നമ്മുടെ ക്ലാസ് നമുക്ക് തുടങ്ങാം. അപ്പോൾ ഒന്നാമത്തെ ചോദ്യമാണ്, 2025 ഏപ്രിലിൽ ഏത് സംഘടനയാണ് വേൾഡ് ഇക്കണോമിക് ഔട്ട്ലുക്ക് WEO എ ക്രിട്ടിക്കൽ ജങ്ക്ചർ എമോങ് പോളിസി ഷിഫ്റ്റ് എന്ന റിപ്പോർട്ട് പുറത്തിറക്കിയത്? അത് നമ്മുടെ അന്താരാഷ്ട്ര നാണയനിധി ഇൻ്റർനാഷണൽ മോണിറ്ററി ഫണ്ടാണ് ഈ ഒരു റിപ്പോർട്ട് പുറത്തിറക്കിയത്. 2025 ഏത് സംഘടനയാണ് വേൾഡ് ഇക്കണോമിക് ഔട്ട്ലുക്ക് എ ക്രിട്ടിക്കൽ ജങ്ക്ചർ എമംഗ് പോളിസി ഷിഫ്റ്റ് എന്ന് പറയുന്ന റിപ്പോർട്ട് പുറത്തിറക്കിയത്? അത് അന്താരാഷ്ട്ര നാണയ നിധിയാണ്. രണ്ടാമത്തെ ചോദ്യം, 2026 12ാമത് ബ്രിക്സ് പാർലമെൻ്ററി ഫോറത്തിന് ആതിഥേയത്വം വഹിക്കുന്ന രാജ്യം നമ്മുടെ ഇന്ത്യയാണ്. ഇപ്പോൾ 2026 12ാമത് ബ്രിക്സ് പാർലമെൻ്ററി ഫോറത്തിന് ആതിഥേയത്വം വഹിക്കുന്ന രാജ്യം അത് ഇന്ത്യയാണ്. മൂന്നാമത്തെ ചോദ്യമാണ്, പാണ്ഡ്യ കാലഘട്ടത്തിലെ 800 വർഷം പഴക്കമുള്ള ഒരു ശിവക്ഷേത്രം കണ്ടെത്തി. അതേ സംസ്ഥാനത്താണ്? അത് തമിഴ്നാട്ടിലാണ്. അപ്പോൾ പാണ്ഡ്യ കാലഘട്ടത്തിലെ 800 വർഷം പഴക്കമുള്ള ഒരു ശിവക്ഷേത്രം അടുത്തിടെ കണ്ടെത്തി. അതേ സംസ്ഥാനത്താണ്? തമിഴ്നാട്ടിലാണ്. നാലാമത്തെ ചോദ്യമാണ്, 6 മാസത്തെ ദൗത്യത്തിനായി ടിയാങ്കോങ് ബഹിരാകാശ നിലയത്തിലേക്ക് ഷെൻഷൗ 20 ബഹിരാകാശ കപ്പലിൽ 3 ബഹിരാകാശ യാത്രികരെ വിക്ഷേപിച്ച രാജ്യം അത് ചൈനയാണ്. അപ്പോൾ 6 മാസത്തെ ദൗത്യത്തിനായിട്ട് ടിയാങ്കോങ് ബഹിരാകാശ നിലയത്തിലേക്ക് ഷെൻഷൗ 20 ബഹിരാകാശ കപ്പലിൽ 3 ബഹിരാകാശ യാത്രികരെ വിക്ഷേപിച്ച രാജ്യം അതേതാണ്? അത് ചൈനയാണ്. അഞ്ചാമത്തെ ചോദ്യം, AI കരിയർ ഫോർ വുമൺ സംരംഭം ആരംഭിച്ച മന്ത്രാലയം? അത് നമ്മുടെ നൈപുണ്യ വികസന സംരംഭകത്വ മന്ത്രാലയമാണ്. അപ്പോൾ AI കരിയർ ഫോർ വുമൺ സംരംഭം ആരംഭിച്ച മന്ത്രാലയം നൈപുണ്യ വികസന സംരംഭകത്വ മന്ത്രാലയമാണ്. അപ്പോൾ ചോദ്യം ഒന്നുകൂടി പറയാം. AI കരിയർ ഫോർ വുമൺ എന്ന് പറയുന്ന സംരംഭം ആരംഭിച്ച മന്ത്രാലയം അത് നൈപുണ്യ വികസന സംരംഭക മന്ത്രാലയമാണ്. അടുത്ത 6ാമത്തെ ചോദ്യമാണ്, ലോകത്തിലെ ആദ്യത്തെ വാണിജ്യ 10 ജിഗാബിറ്റ് 106 ബ്രോഡ്ബാൻഡ് നെറ്റ്വർക്ക് ആരംഭിച്ച രാജ്യം? ലോകത്തിലെ ആദ്യത്തെ വാണിജ്യ 10 ജിഗാബൈറ്റ് ബ്രോഡ്ബാൻഡ് നെറ്റ്വർക്ക് ആരംഭിച്ച രാജ്യം അത് ചൈനയാണ്. അപ്പോൾ ലോകത്തിലെ ആദ്യത്തെ വാണിജ്യ 10 GB ബ്രോഡ്ബാൻഡ് നെറ്റ്വർക്ക് ആരംഭിച്ച രാജ്യം ഏതാണ്? അത് ചൈനയാണ്. 7ാമത്തെ ചോദ്യമാണ്, നോർവേയുടെ ഉന്നത ബഹുമതിയായ ഹോൾബർഗ് പുരസ്കാരത്തിനർഹയായ ഇന്ത്യക്കാരിയായ സാഹിത്യ നിരൂപക? നോർവേയുടെ ഉന്നത ബഹുമതിയായ ഹോൾബർഗ് പുരസ്കാരത്തിന് അർഹയായ ഇന്ത്യക്കാരിയായ സാഹിത്യ നിരൂപക ഗായത്രി ചക്രവർത്തി സ്പിവാക്കാണ്. അപ്പോൾ നോർവേയുടെ ഉന്നത ബഹുമതിയായ ഹോൾബർഗ് പുരസ്കാരത്തിനർഹയായ ഇന്ത്യക്കാരിയായ സാഹിത്യ നിരൂപക ആരാണ്? നമുക്ക് ഗായത്രി എന്ന് പറയും, ഗായത്രി ചക്രവർത്തി. അടുത്ത 8ാമത്തെ ചോദ്യമാണ്, രാജ്യത്തെ സൈനിക നീക്കങ്ങളും അതിർത്തിയിലെ സേനാ ഓപ്പറേഷനും ആസൂത്രണം ചെയ്യുന്ന രാജ്യത്തിൻ്റെ DGMO പദവി വഹിക്കുന്നത്? ചോദ്യം ഒന്നുകൂടി, രാജ്യത്തെ സൈനിക നീക്കങ്ങളും അതിർത്തിയിലെ സേനാ ഓപ്പറേഷനും ആസൂത്രണം ചെയ്യുന്ന രാജ്യത്തിൻ്റെ DGMO പദവി വഹിക്കുന്നത് ലഫ്റ്റനൻറ്റ് ജനറൽ രാജീവ് ഖയ്യാണ്. അപ്പോൾ രാജ്യത്തെ സൈനിക നീക്കങ്ങളും അതിർത്തിയിലെ സേനാ ഓപ്പറേഷനും ആസൂത്രണം ചെയ്യുന്ന രാജ്യത്തിൻ്റെ DGMO പദവി വഹിക്കുന്ന ഇപ്പോൾ ആരാണ്? ലഫ്റ്റനൻറ്റ് ജനറൽ രാജീവ് ഖയ്യാണ്. അടുത്ത നമ്മുടെ 9ാമത്തെ ചോദ്യമാണ്, അഹമ്മദാബാദ് വിമാനാപകടത്തിൽ കൊല്ലപ്പെട്ട ഗുജറാത്ത് മുൻ മുഖ്യമന്ത്രി? വിജയ് രൂപാണിയാണ്. വലിയ വാർത്ത ഏതാണെന്നൊക്കെ അറിയാം. അപ്പോൾ വിജയ് രൂപാണിയാണ് അഹമ്മദാബാദ് വിമാന അപകടത്തിൽ കൊല്ലപ്പെട്ട ഗുജറാത്ത് മുഖ്യമന്ത്രി. ചോദ്യം ഒന്നുകൂടി, അഹമ്മദാബാദ് വിമാനാപകടത്തിൽ കൊല്ലപ്പെട്ട ഗുജറാത്ത് മുൻ മുഖ്യമന്ത്രി ആരാണ്? വിജയ് രൂപാണി. 10ാമത്തെ ചോദ്യം, ആരവല്ലി പർവ്വതത്തിൽ വനവൽക്കരണത്തിനുള്ള സംരംഭമായ ആരവല്ലി ഗ്രീൻ വാൾ പ്രോജക്റ്റ് നിലവിൽ വരുന്ന പ്രദേശങ്ങൾ?
ആരവല്ലി പർവ്വതത്തിൽ വനവൽക്കരണത്തിനുള്ള സംരംഭമായ ആരവല്ലി ഗ്രീൻ വാൾ പ്രോജക്റ്റ് നിലവിൽ വരുന്ന പ്രദേശങ്ങൾ: ഗുജറാത്ത്, രാജസ്ഥാൻ, ഹരിയാന, ന്യൂഡൽഹി. അപ്പോൾ ആരവല്ലി പർവ്വതത്തിൽ വനവൽക്കരണത്തിനുള്ള സംരംഭമായ ആരവല്ലി ഗ്രീൻ വാൾ പ്രോജക്റ്റ് അത് നിലവിൽ വരുന്ന പ്രദേശങ്ങൾ ഏതൊക്കെയാണ്? ഇവിടെയൊക്കെയാണ്: ഗുജറാത്ത്, രാജസ്ഥാൻ, ഹരിയാന, ന്യൂഡൽഹി. അടുത്ത 11ാമത്തെ ചോദ്യം: 2025-35 ജലവൈദ്യുത ദശകമായി പ്രഖ്യാപിച്ച സംസ്ഥാനം. 2025-35 വർഷങ്ങളിൽ ജലവൈദ്യുത ദശകമായി പ്രഖ്യാപിച്ച സംസ്ഥാനം അതേതാണ്? അത് അരുണാചൽ പ്രദേശാണ്. അപ്പോൾ 2025 മുതൽ 35 വരെ ജലവൈദ്യുത ദശകമായി പ്രഖ്യാപിച്ച സംസ്ഥാനം അത് അരുണാചൽ പ്രദേശാണ്. 2025 മുതൽ 35 വരെ ജലവൈദ്യുത ദശകമായി പ്രഖ്യാപിച്ച സംസ്ഥാനമാണിത്, നമ്മുടെ അരുണാചൽ പ്രദേശ്. അടുത്ത ചോദ്യം: സാഹിത്യത്തിനും സാംസ്കാരിക വിനിമയത്തിനും നൽകിയ സമഗ്ര സംഭാവനകൾക്ക് 2025 ദസ്തവേസ്കി സ്റ്റാർ അവാർഡ് ലഭിച്ച സാഹിത്യകാരൻ. 2025 ദസ്തവേസ്കി സ്റ്റാർ അവാർഡ് ലഭിച്ച സാഹിത്യകാരൻ അത് ജാവേദ് അക്തറാണ്. സാഹിത്യത്തിനും സാംസ്കാരിക വിനിമയത്തിനും നൽകിയ സമഗ്ര സംഭാവനകൾക്ക് 2025 ദസ്തവേസ്കി സ്റ്റാർ അവാർഡ് ലഭിച്ച സാഹിത്യകാരൻ അത് ജാവേദ് അക്തർ. ആരാണ്? ജാവേദ് അക്തറാണ്. 13ാമത്തെ ചോദ്യമാണ്: പരിസ്ഥിതി സംരക്ഷണ പ്രവർത്തനങ്ങൾ ശക്തിപ്പെടുത്തുന്നതിനായി ഏത് സംസ്ഥാന സർക്കാരാണ് മാത്സി വസുന്ധര ക്യാമ്പയിൻ 6.0 ആരംഭിച്ചത്? ചോദ്യം ഒന്നുകൂടി: പരിസ്ഥിതി സംരക്ഷണ പ്രവർത്തനങ്ങൾ ശക്തിപ്പെടുത്തുന്നതിനായി ഏത് സംസ്ഥാന സർക്കാരാണ് മാത്സി വസുന്ധര ക്യാമ്പയിൻ 6.0 ആരംഭിച്ചത്? ഏത് സംസ്ഥാന സർക്കാരാണ്? അത് മഹാരാഷ്ട്ര സർക്കാരാണ്. അപ്പോൾ പരിസ്ഥിതി സംരക്ഷണ പ്രവർത്തനങ്ങൾ ശക്തിപ്പെടുത്തുന്നതിനായി ഏത് സംസ്ഥാന സർക്കാരാണ് മാത്സി വസുന്ധര ക്യാമ്പയിൻ 6.0 ആരംഭിച്ചത്? മഹാരാഷ്ട്ര സർക്കാരാണ്. അടുത്ത 14ാമത്തെ ചോദ്യം: മിനർവയുടെ മൂങ്ങ എന്ന പുസ്തകം രചിച്ചത്. മിനർവയുടെ മൂങ്ങ എന്ന പുസ്തകം രചിച്ചത് എം മോഹൻദാസാണ്. അപ്പോൾ മിനർവയുടെ മൂങ്ങ എന്ന് പറയുന്ന പുസ്തകം രചിച്ചാരാണ്? അത് എം മോഹൻദാസാണ്. 15ാമത്തെ ചോദ്യം: ലോക സാമ്പത്തിക ഫോറത്തിൻ്റെ ഊർജ പരിവർത്തന സൂചിക 2025 പ്രകാരം ഇന്ത്യയുടെ റാങ്ക് 71. അപ്പോൾ ലോക സാമ്പത്തിക ഫോറത്തിൻ്റെ ഊർജ പരിവർത്തന സൂചിക 2025 പ്രകാരം ഇന്ത്യയുടെ റാങ്ക് എത്രയാണ്? 71. അപ്പോൾ ലോക സാമ്പത്തിക ഫോറത്തിൻ്റെ ഊർജ പരിവർത്തന സൂചിക പ്രകാരം 2025 ഇന്ത്യയുടെ റാങ്ക് എത്രയാണ്? 71. അടുത്ത 16ാമത്തെ ചോദ്യം: മലയാളത്തിൻ്റെ ദേശകാലങ്ങൾ എന്ന സാഹിത്യ പഠനം എഴുതിയത് ആര്? മലയാളത്തിൻ്റെ ദേശകാലങ്ങൾ എന്ന സാഹിത്യ പഠനകൃതി എഴുതിയതാരാണ്? EV രാമകൃഷ്ണനാണ്. അപ്പോൾ മലയാളത്തിൻ്റെ ദേശകാലങ്ങൾ എന്ന സാഹിത്യ പഠനം എഴുതിയത് ആരാണ്? EV രാമകൃഷ്ണനാണ്. 17ാമത്തെ ചോദ്യം: സ്ത്രീകളുടെ പേരിൽ വീട്, വസ്തു എന്നിവ വാങ്ങിയാൽ 1% ഫീസ് ഇളവ് അനുവദിക്കുവാൻ തീരുമാനിച്ച സംസ്ഥാനം. സ്ത്രീകളുടെ പേരിൽ വീട്, വസ്തു എന്നിവ വാങ്ങിയാൽ 1% ഫീസ് ഇളവ് അനുവദിക്കുവാൻ തീരുമാനിച്ച സംസ്ഥാനം അത് തമിഴ്നാടാണ്. അപ്പോൾ സ്ത്രീകളുടെ പേരിൽ വീട്, വസ്തു എന്നിവ വാങ്ങിക്കഴിഞ്ഞാൽ 1% ഫീസ് ഇളവ് അനുവദിക്കുവാൻ തീരുമാനിച്ച സംസ്ഥാനം നമ്മുടെ അയൽ സംസ്ഥാനമായ തമിഴ്നാടാണ്. അടുത്ത 18ാമത്തെ ചോദ്യം: ധാന്യങ്ങൾ ലഭിക്കുന്ന ഇന്ത്യയിലെ ആദ്യത്തെ ATM പ്രവർത്തനം ആരംഭിച്ചത്. ധാന്യങ്ങൾ ലഭിക്കുന്ന ഇന്ത്യയിലെ ആദ്യത്തെ ATM പ്രവർത്തനം ആരംഭിച്ചത് ഒഡീഷയിലാണ്. അപ്പോൾ ധാന്യങ്ങൾ ലഭിക്കുന്ന ഇന്ത്യയിലെ ആദ്യത്തെ ATM പ്രവർത്തനം ആരംഭിച്ചത് എവിടെയാണ്? അത് ഒഡീഷയിലാണ്. 19ാമത്തെ ചോദ്യം: കേരള സർക്കാർ ഏർപ്പെടുത്തിയ 2023 ടെലിവിഷൻ ലൈഫ് ടൈം അച്ചീവ്മെൻറ്റ് അവാർഡിന് അർഹനായത്.
കെ കുഞ്ഞികൃഷ്ണനാണ്. അപ്പോൾ 2023 അപ്പോൾ കേരള സർക്കാർ ഏർപ്പെടുത്തിയ 2023 ടെലിവിഷൻ ലൈഫ് ടൈം അച്ചീവ്മെൻറ്റ് അവാർഡിന് അർഹനായ വ്യക്തി കെ കുഞ്ഞികൃഷ്ണൻ. അപ്പോൾ കേരള സർക്കാർ ഏർപ്പെടുത്തിയ 2023 ടെലിവിഷൻ ലൈഫ് ടൈം അച്ചീവ്മെൻറ്റ് അവാർഡ് കിട്ടിയ വ്യക്തി ആരാണ്? കെ കുഞ്ഞികൃഷ്ണനാണ്. അടുത്ത 20ാമത്തെ ചോദ്യം, 2025 സുവർണ ജൂബിലി ആഘോഷിക്കുന്ന കേരളത്തിലെ പൊതുമേഖലാ സ്ഥാപനം സ്റ്റീൽ ഇൻഡസ്ട്രീസ് കേരള ലിമിറ്റഡാണ്. 2025 സുവർണ ജൂബിലി ആഘോഷിക്കുന്ന കേരളത്തിലെ പൊതുമേഖലാ സ്ഥാപനം അത് സ്റ്റീൽ ഇൻഡസ്ട്രീസ് കേരള ലിമിറ്റഡാണ്. 2025 സുവർണ ജൂബിലി ആഘോഷിക്കുന്ന കേരളത്തിലെ പൊതുമേഖലാ സ്ഥാപനമാണ് സ്റ്റീൽ ഇൻഡസ്ട്രീസ് കേരള ലിമിറ്റഡ്, സ്റ്റീൽ ഇൻഡസ്ട്രിയൽസ് കേരള ലിമിറ്റഡ്. അടുത്ത 21ാമത്തെ ചോദ്യം, മുൻ ക്രിക്കറ്റ് താരം വി കുമാറിൻ്റെ ജീവിതത്തെയും കരിയറിനെയും അനുസ്മരിക്കുന്ന പുസ്തകം. മുൻ ക്രിക്കറ്റ് താരം വി കുമാറിൻ്റെ ജീവിതത്തെയും കരിയറിനെയും അനുസ്മരിക്കുന്ന പുസ്തകം വി കുമാർ @90 ആണ്. അപ്പോൾ മുൻ ക്രിക്കറ്റ് താരം വി കുമാറിൻ്റെ ജീവിതത്തെയും കരിയറിനെയും അനുസ്മരിക്കുന്ന പുസ്തകമാണ് വി കുമാർ @90. 22ാമത്തെ ചോദ്യം, റെയിൽവേയുടെ ടിക്കറ്റ് ബുക്കിംഗ് ഉൾപ്പെടെ വിവിധ സേവനങ്ങൾ ഏകോപിപ്പിക്കുന്ന പുതിയ ആപ്ലിക്കേഷൻ അത് റെയിൽ 1 ആണ്. അപ്പോൾ നമ്മുടെ റെയിൽവേയുടെ ടിക്കറ്റ് ബുക്കിംഗ് ഉൾപ്പെടെയുള്ള വിവിധ സേവനങ്ങൾ ഏകോപിപ്പിച്ച് ഒരു കുടക്കീഴിൽ കൊണ്ടുവരുന്ന ആ ഒരു പുതിയ ആപ്ലിക്കേഷനാണ് റെയിൽ 1. അപ്പോൾ റെയിൽവേയുടെ ടിക്കറ്റ് ബുക്കിംഗ് ഉൾപ്പെടെ വിവിധ സേവനങ്ങൾ ഏകോപിപ്പിക്കുന്ന പുതിയ ആപ്ലിക്കേഷൻ അത് റെയിൽ 1 ആണ്. 23ാമത്തെ ചോദ്യം, പൊതുവിദ്യാലയങ്ങളിൽ 5ാം ക്ലാസ് വരെ 3ാം ഭാഷയായി ഹിന്ദി പഠിപ്പിക്കണമെന്ന തീരുമാനത്തിൽ നിന്ന് പിന്മാറിയ സംസ്ഥാനം. പൊതുവിദ്യാലയങ്ങളിൽ 5ാം ക്ലാസ് വരെ 3ാം ഭാഷയായിട്ട്, അതായത് തേർഡ് ലാംഗ്വേജ് ആയിട്ട് ഹിന്ദി പഠിപ്പിക്കണമെന്ന് ആ ഒരു തീരുമാനത്തിൽ നിന്ന് പിന്മാറിയ സംസ്ഥാനം അത് മഹാരാഷ്ട്രയാണ്. അപ്പോൾ പൊതുവിദ്യാലയങ്ങളിൽ 5ാം ക്ലാസ് വരെ 3ാം ഭാഷയായി ഹിന്ദി പഠിപ്പിക്കണമെന്ന് തീരുമാനത്തിൽ നിന്ന് പിന്മാറിയ സംസ്ഥാനം മഹാരാഷ്ട്ര. 24ാമത്തെ ചോദ്യം, 2025 അമേരിക്ക ഇറാനിൽ നടത്തിയ ആക്രമണം. ഇപ്പോൾ 2025 ജൂൺ മാസത്തിൽ അമേരിക്ക ഇറാനിൽ നടത്തിയ ആക്രമണം ഓപ്പറേഷൻ മിഡ് നൈറ്റ് ഹാമറാണ്. ഇപ്പോൾ 2025 ജൂൺ മാസത്തിൽ അമേരിക്ക ഇറാനിൽ നടത്തിയ ആക്രമണം ഏതാണ്? ഓപ്പറേഷൻ മിഡ് നൈറ്റ് ഹാമർ. 25ാമത്തെ ചോദ്യം, കേന്ദ്ര പ്രത്യക്ഷ നികുതി ബോർഡിൻ്റെ ചെയർമാനായി നിയമിതനായത്. കേന്ദ്ര പ്രത്യക്ഷ നികുതി ബോർഡിൻ്റെ ചെയർമാനായി നിയമിതനായത് രവി അഗർവാൾ. അപ്പോൾ കേന്ദ്ര പ്രത്യക്ഷ നികുതി ബോർഡിൻ്റെ ചെയർമാനായി നിയമിതനായ വ്യക്തി രവി അഗർവാൾ. 26ാമത്തെ ചോദ്യം, 2025 ജൂണിൽ ഇസ്രായേൽ വ്യോമാക്രമണത്തിൽ കൊല്ലപ്പെട്ട ഇറാനിലെ യുവ കവയിത്രി. 2025 ജൂൺ മാസത്തിൽ ഇസ്രായേൽ വ്യോമാക്രമണത്തിൽ കൊല്ലപ്പെട്ട ഇറാനിലെ യുവ കവയിത്രി പർണിയ അബ്ബാസി. 2025 ജൂണിൽ ഇസ്രായേൽ വ്യോമാക്രമണത്തിൽ കൊല്ലപ്പെട്ട ഇറാനിലെ യുവ കവയിത്രി ആരാണ്? പർണിയ അബ്ബാസി. 27ാമത്തെ ചോദ്യം, 2025 വനിതാ ഏകദിന ലോകകപ്പ് ക്രിക്കറ്റിൻ്റെ വേദി ഇന്ത്യയിലും ശ്രീലങ്കയിലുമായിട്ടാണ്. 2025 വനിതാ ഏകദിന ലോകകപ്പ് ക്രിക്കറ്റിൻ്റെ വേദിയാകുന്നത് ഇന്ത്യ ശ്രീലങ്ക. 2025 വനിതാ ഏകദിന ലോകകപ്പ് ക്രിക്കറ്റ് വേദി ഇന്ത്യ ശ്രീലങ്ക. അടുത്ത 28ാമത്തെ ചോദ്യമാണ്, അടുത്തിടെ മമ്മൂട്ടിയുടെ ജീവചരിത്രം പാഠപുസ്തകത്തിൽ ഉൾപ്പെടുത്തിയത് മഹാരാജാസ് കോളേജിലാണ്. അപ്പോൾ അടുത്തിടെ മമ്മൂട്ടിയുടെ ജീവചരിത്രം പാഠപുസ്തകത്തിൽ ഉൾപ്പെടുത്തിയത് അത് മഹാരാജാസ് കോളേജിലാണ്. 29ാമത്തെ ചോദ്യം, രാജ്യത്താദ്യമായി സ്കൂൾ തലത്തിൽ കേൾവി പരിമിതർക്കായി പ്രത്യേക പുസ്തകം പുറത്തിറക്കിയ സംസ്ഥാനം.
നമ്മുടെ കേരളമാണ്. അപ്പോൾ രാജ്യത്താദ്യമായി സ്കൂൾ തലത്തിൽ കേൾവി പരിമിതർക്കായി പ്രത്യേക പുസ്തകം പുറത്തിറക്കിയ സംസ്ഥാനം അത് കേരളമാണ്. അപ്പോൾ ഈ വീഡിയോയിലെ ലാസ്റ്റ് ചോദ്യമാണ് 2024 വിശിഷ്ടാംഗത്വത്തിനുള്ള കേരള സാഹിത്യ അക്കാദമി അവാർഡിന് അർഹനായ വ്യക്തികൾ. ഇപ്പോൾ 2024 വിശിഷ്ടാംഗത്വത്തിനുള്ള കേരള സാഹിത്യ അക്കാദമി അവാർഡിന് അർഹമായവർ ആരൊക്കെയാണ്? കെ വി രാമകൃഷ്ണൻ, ഏഴാച്ചേരി രാമചന്ദ്രൻ. 2024 വിശിഷ്ടാംഗത്വത്തിനുള്ള കേരള സാഹിത്യ അക്കാദമി അവാർഡിന് അർഹരായ വ്യക്തികൾ കെ വി രാമകൃഷ്ണൻ, ഏഴാച്ചേരി രാമചന്ദ്രൻ. 2024 വിശിഷ്ടാംഗത്വത്തിനുള്ള കേരള സാഹിത്യ അക്കാദമി അവാർഡിന് അർഹരായ വ്യക്തികൾ കെ വി രാമകൃഷ്ണനും ഏഴാച്ചേരി രാമചന്ദ്രനും. അപ്പോൾ ഇന്ന് പറഞ്ഞ ചോദ്യങ്ങൾ ഒന്നുകൂടി റിവൈസ് ചെയ്യാം. ഒന്നാമത്തെ ചോദ്യം പറഞ്ഞത് 2025 ഏപ്രിലിൽ ഏത് സംഘടനയാണ് വേൾഡ് ഇക്കണോമിക് ഔട്ട്ലുക്ക് എ ക്രിട്ടിക്കൽ ജങ്ക്ചർ എമംഗ് പോളിസി ഷിഫ്റ്റ് എന്ന റിപ്പോർട്ട് പുറത്തിറക്കിയത്? അന്താരാഷ്ട്ര നാണയനിധിയാണ്, ഇൻ്റർനാഷണൽ മോണിറ്ററി ഫണ്ട്. 2026 12ാമത് ബ്രിക്സ് പാർലമെൻ്ററി ഫോറത്തിന് ആതിഥേയത്വം വഹിക്കുന്ന രാജ്യം ഇന്ത്യ. പാണ്ഡ്യകാലഘട്ടത്തിൽ 800 വർഷം പഴക്കമുള്ള ശിവക്ഷേത്രം കണ്ടെത്തിയ സംസ്ഥാനം തമിഴ്നാട്. 6 മാസത്തെ ദൗത്യത്തിനായി ടിയാങ്കോങ് ബഹിരാകാശ നിലയത്തിലേക്ക് ഷെൻഷൗ 20 ബഹിരാകാശ കപ്പലിൽ 3 ബഹിരാകാശ യാത്രികരെ വിക്ഷേപിച്ച രാജ്യം ചൈന. AI കരിയർ ഫോർ വുമൺ സംരംഭം ആരംഭിച്ച മന്ത്രാലയം നൈപുണ്യ വികസന സംരംഭകത്വ മന്ത്രാലയം. ലോകത്തിലെ ആദ്യത്തെ വാണിജ്യ 10 GB ബ്രോഡ്ബാൻഡ് നെറ്റ്വർക്ക് ആരംഭിച്ച രാജ്യം ചൈന. നോർവേയുടെ ഉന്നത ബഹുമതിയായ ഹോൾബർഗ് പുരസ്കാരത്തിന് അർഹയായ ഇന്ത്യക്കാരിയായ സാഹിത്യ നിരൂപക ഗായത്രി ചക്രവർത്തി സ്പിവാക്. രാജ്യത്തെ സൈനിക നീക്കങ്ങളും അതിർത്തിയിലെ സേനാ ഓപ്പറേഷനും ആസൂത്രണം ചെയ്യുന്ന രാജ്യത്തിൻ്റെ DGMO പദവി വഹിക്കുന്നത് ലഫ്റ്റനൻറ്റ് ജനറൽ രാജീവ് ഖൈ. അഹമ്മദാബാദ് വിമാനാപകടത്തിൽ കൊല്ലപ്പെട്ട ഗുജറാത്ത് മുൻ മുഖ്യമന്ത്രി വിജയ് രൂപാണി. ആരവല്ലി പർവ്വതത്തിൽ വനവൽക്കരണത്തിനുള്ള സംരംഭമായ ആരവല്ലി ഗ്രീൻ വാൾ പ്രൊജക്റ്റ് നിലവിൽ വരുന്ന പ്രദേശങ്ങൾ ഗുജറാത്ത്, രാജസ്ഥാൻ, ഹരിയാന, ന്യൂഡൽഹി. 2025-35 വരെയുള്ള ജലവൈദ്യുത ദശകമായി പ്രഖ്യാപിച്ച സംസ്ഥാനം അരുണാചൽ പ്രദേശാണ്. സാഹിത്യത്തിനും സാംസ്കാരിക വിനിമയത്തിനും നൽകിയ സംഭാവനകൾക്ക് 2025 ദസ്തോവ്സ്കി സ്റ്റാർ അവാർഡ് ലഭിച്ച സാഹിത്യകാരൻ ജാവേദ് അക്തർ. പരിസ്ഥിതി സംരക്ഷണ പ്രവർത്തനങ്ങൾ ശക്തിപ്പെടുത്തുന്നതിനായി ഏത് സംസ്ഥാന സർക്കാരാണ് മാത്സി വസുന്ധര ക്യാമ്പയിൻ 6.0 ആരംഭിച്ചത്? മഹാരാഷ്ട്ര. മിനർവയുടെ മൂങ്ങ എന്ന പുസ്തകം രചിച്ചത് M. മോഹൻദാസ്. ലോക സാമ്പത്തിക ഫോറത്തിൻ്റെ ഊർജ്ജ പ്രവർത്തന സൂചിക 2025 പ്രകാരം ഇന്ത്യയുടെ റാങ്ക് 71. മലയാളത്തിൻ്റെ ദേശകാലങ്ങൾ എന്ന സാഹിത്യ പഠനം എഴുതിയത് EV രാമകൃഷ്ണൻ. സ്ത്രീകളുടെ പേരിൽ വീട്, വസ്തു എന്നിവ വാങ്ങിയാൽ 1% ഫീസ് ഇളവ് അനുവദിക്കാൻ തീരുമാനിച്ച സംസ്ഥാനം തമിഴ്നാട്. ധാന്യങ്ങൾ ലഭിക്കുന്ന ഇന്ത്യയിലെ ആദ്യത്തെ ATM പ്രവർത്തനം ആരംഭിച്ചത് ഒഡീഷ. കേരള സർക്കാർ ഏർപ്പെടുത്തിയ 2023 ടെലിവിഷൻ ലൈഫ് ടൈം അച്ചീവ്മെൻറ്റ് അവാർഡിന് അർഹനായ വ്യക്തി K. കുഞ്ഞികൃഷ്ണൻ. 2025 ജൂണിൽ സുവർണ ജൂബിലി ആഘോഷിക്കുന്ന കേരളത്തിലെ പൊതുമേഖലാ സ്ഥാപനം സ്റ്റീൽ ഇൻഡസ്ട്രീസ് കേരള ലിമിറ്റഡ്. മുൻ ക്രിക്കറ്റ് താരം VV കുമാറിൻ്റെ ജീവിതത്തെയും കരിയറിനെയും അനുസ്മരിക്കുന്ന പുസ്തകം VV കുമാർ @90. റെയിൽവേയുടെ ടിക്കറ്റ് ബുക്കിംഗ് ഉൾപ്പെടെ വിവിധ സേവനങ്ങൾ ഏകോപിപ്പിക്കുന്ന പുതിയ ആപ്ലിക്കേഷൻ റെയിൽ 1. പൊതുവിദ്യാലയങ്ങളിൽ 5ാം ക്ലാസ് വരെ 3ാം ഭാഷയായി ഹിന്ദി പഠിപ്പിക്കണമെന്ന തീരുമാനത്തിൽ നിന്ന് പിന്മാറിയ സംസ്ഥാനം മഹാരാഷ്ട്ര. 2025 ജൂണിൽ അമേരിക്ക ഇറാനിൽ നടത്തിയ ആക്രമണം അറിയപ്പെടുന്നത് ഓപ്പറേഷൻ മിഡ്നൈറ്റ് ഹാമർ.
കേന്ദ്ര പ്രത്യക്ഷ നികുതി ബോർഡിൻ്റെ ചെയർമാൻ രവി അഗർവാൾ. 2025 ഇസ്രായേൽ വ്യോമാക്രമണത്തിൽ കൊല്ലപ്പെട്ട ഇറാനിലെ യുവ കവയിത്രി പർണിയ അബ്ബാസി. 2025 വനിതാ ഏകദിന ലോകകപ്പ് ക്രിക്കറ്റിൻ്റെ വേദി ഇന്ത്യ ശ്രീലങ്ക. അടുത്തിടെ മമ്മൂട്ടിയുടെ ജീവചരിത്രം പാഠപുസ്തകത്തിൽ ഉൾപ്പെടുത്തിയത് മഹാരാജാസ് കോളേജിലാണ്. രാജ്യത്താദ്യമായി സ്കൂൾ തലത്തിൽ കേൾവി പരിമിതർക്കായി പ്രത്യേക പുസ്തകം പുറത്തിറക്കിയ സംസ്ഥാനം കേരള. ലാസ്റ്റ് ചോദ്യം, 2024 വിശിഷ്ടാംഗത്വത്തിനുള്ള കേരള സാഹിത്യ അക്കാദമി അവാർഡിന് അർഹനായവർ KV രാമകൃഷ്ണനും ഏഴാച്ചേരി രാമചന്ദ്രൻ.